ഒരുപാട് ന്യൂസ് ഉണ്ടല്ലോ. ഏത് ന്യൂസിനെ പറ്റിയാ? വേദാന്ത് സാറും നമ്മുടെ ആര്യ സാറും കൈ കൊടുക്കുന്നത്. പ്ലസ് രണ്ടുപേരും ഒന്നിച്ച് വിശേഷ ദിവസത്തിന് ആഘോഷിക്കുന്നതിനെ പറ്റിയും എല്ലാ മീഡിയയിലും അതേ റിപ്പോർട്ട് തന്നെയാ വരുന്നത്. അങ്ങനെ നടക്കാതിരിക്കോ മീരാജി? രണ്ട് ബിസിനസ്സുകാർ ഒന്നിച്ചു ചേർന്ന് കഴിയുമ്പോ അത് പിന്നെ ന്യൂസ് ആകാതിരിക്കോ? ആര്യ സാറിനെ വിട്ടുപോയ ഇൻവെസ്റ്റേഴ്സ് എല്ലാവരും ഇത് കാത്തിരിക്കുകയാണല്ലോ. സാറേ, എന്റെ കൺസേൺ അതല്ല. ഇൻവെസ്റ്റേഴ്സ് ആരെങ്കിലും നമ്മുടെ ആര്യ സാറിനെ എങ്ങാനും കണ്ട് ആരെങ്കിലും കണ്ണുവെച്ചിട്ടുണ്ടാവോ? സെലിബ്രേഷന്റെ മൂഡില് നമ്മുടെ ആര്യ സാറിന്റെ സെക്യൂരിറ്റി ശ്രദ്ധിക്കാതിരിക്കരുത്. കൂൾ ഡൗൺ മീരാജി. നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നതെന്നുള്ള കാര്യം അറിയില്ലേ? ഞാനുണ്ടാക്കിയ വലയത്തിനുള്ളിൽ നിന്ന് ആര്യ സാറിന്റെ നിഴലിനെ പോലും തൊടാൻ ഒരുത്തനും സാധിക്കില്ല. മീരാജി ഇപ്പോൾ ഒരു കാര്യം ചെയ്യുക, TV ഓഫ് ചെയ്തിട്ട് വെന്യൂവിലേക്ക് വാ. നോ സർ, ഞാനും അവിടെ വന്നിരുന്ന പിന്നെ ഓഫീസിലെ കാര്യങ്ങൾ ആര് നോക്കും? ചതുർത്ഥിയാണെന്ന് പറഞ്ഞ് എല്ലാവരും ലീവില്ല. ഓഫീസ് ഞാൻ തന്നെ മാനേജ് ചെയ്യണം. ഞാൻ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നാളെ ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ? ആര്യ സാർ തിരിച്ച് ഓഫീസിലേക്ക് വന്നതിന് ശേഷം പെൻഡിങ് വർക്ക് സാറിന് കൊടുക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. യു നോ മീ റൈറ്റ്? ശരി, നിങ്ങളുടെ ജോലി നിങ്ങൾക്ക്, എന്റെ ജോലി എന്റേതും. ഹാപ്പി ഗണേശ് ചതുർത്ഥി. See you. Yeah, see you, sir. ഓ, ഇതെന്താ ഇത്രയും മിസ് കോള്? ആരാ ഇത്? ഹലോ രാജു, നിനക്ക് ഒരു നമ്പർ അയച്ചിട്ടുണ്ട്, അതൊന്ന് ട്രേസ് ചെയ്യേ. ഇതൊക്കെ കുറച്ച് കറക്റ്റ് ആയിട്ട്. ശരി മേഡം. ഇത് പിടിക്ക്. ജോലിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. കാശിന് കണക്കാണ് ഉണ്ണിയപ്പം എന്നുള്ള കാര്യമൊക്കെ വിട്ടേക്ക്. എന്താണെന്ന് വെച്ചാ ദൈവത്തിന്റെ പൂജയുടെ കാര്യം നടക്കുന്നത് കൊണ്ട് ശരീരവും മനസ്സും എല്ലാം അർപ്പിച്ചേ പറ്റൂ. കാശിനെ പറ്റി ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങളുടെ കയ്യിലേക്ക് കറക്റ്റ് ആയിട്ട് വന്നോളൂ. മനസ്സിലായോ? എടുത്തോളൂ. നല്ല സന്തോഷമായിട്ടിരുന്ന് ജോലി ചെയ്യേ. വേഗം വേഗം ജോലി തീർക്കണം. ഇന്ന് ഇത് തീർന്നു നാളത്തേക്ക് ബാക്കി തീർത്തോളാന്നൊന്നും പറയാൻ നിൽക്കണ്ട. മനസ്സിലായല്ലോ? പെട്ടെന്ന് നേരം വെളുക്കുന്നതിന് മുമ്പേ എല്ലാ ജോലിയും തീർക്കണം. അപ്പൊ നേരത്തെ സാറ് സംസാരിച്ചത് ഇവളെ പറ്റി തന്നെയാണല്ലേ? ഇവള് മിക്കവാറും അയാളെ വട്ടുപിടിപ്പിച്ചിട്ടുണ്ടാവും. കഴുതക്കുട്ടി. അയ്യോ, മണ്ഡപത്തിനടുത്ത് ഇനി ഒരുപാട് ജോലികൾ ബാക്കിയുണ്ട്. ആദ്യം അങ്ങോട്ട് ചെല്ല്. ഇവിടെ ചെറിയ ജോലിയല്ലേ ബാക്കിയുള്ളത്, ആരെ കൊണ്ടെങ്കിലും ചെയ്യിക്കാം. അയ്യോ ദൈവമേ, അവസാനം വന്നല്ലോ. നിനക്ക് വേണ്ടി ഞാൻ ഇവിടെ വരെ വന്നത്. കള്ളച്ചേർക്കാ, ഞാൻ നിന്നോടല്ലേ സംസാരിച്ചോണ്ടിരിക്കുന്നേ? അവിടെ എല്ലാം ജോലിക്കാർ ജോലി ചെയ്യുന്നുണ്ട്. എന്നെ ഇങ്ങനെ ഒഴിവാക്കിയിട്ട് പോയാ അത് എന്റെ ഇമേജിന് ബാധിക്കും. ജീവിതത്തിലെ ഇതിഹാസം എന്നാ എന്നെ പറയുന്നേ. മര്യാദയ്ക്കൊന്നും മൈൻഡ് ചെയ്യ്. കാണുന്നവരെനിക്ക് വട്ടാണെന്ന് വിചാരിക്കില്ലേ? അതിപ്പോ വിചാരിക്കാൻ എന്താ ഉള്ളേ? അത് സത്യം തന്നെയല്ലേ? ഹലോ, എന്താ നീ പറഞ്ഞതിന്റെ അർത്ഥം? ഞാൻ ആരാണെന്ന് അറിയാലോ. അന്യായമായിട്ട് ആവശ്യമില്ലാതെ പറയാൻ നിൽക്കണ്ട. കുറച്ച് പതുക്കെ നടക്കടയ്ക്കാൻ വരാം. നീ ഇങ്ങനെ വലിയ കാലടി വെച്ച് പോയാ ഞാൻ ഇങ്ങനെ നിന്റെ ഒപ്പം എത്തും. ഞാൻ നിന്നേക്കാളും ഒരുപാട് ചെറുതായിട്ട് ക്യൂട്ടായിട്ടുള്ള ആളല്ലേ. നിന്നെ പോലെ വലുതായിട്ട് കാല് നീട്ടി വെച്ച് നടക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ? ഇപ്പൊ നിന്റെ അടുത്താരാ എന്റെ പിന്നാലെ വരാൻ പറഞ്ഞേ? വിക്രമാദിത്യന് വേതാളൊന്നും കേട്ടിട്ടുണ്ടോ? എനിക്ക് നിന്റെ അടുത്ത് സംസാരിക്കാൻ ഒന്നുമില്ല. സോ മാഡം അമൂല്യ എന്റെ പിന്നാലെ വരേണ്ട ആവശ്യമില്ല. നിനക്കില്ലെങ്കിൽ എനിക്കുണ്ട്. മൺചിരാതിന്റെ ചുണ്ടിലേറുന്നതാരെ കണ്ടാവോ?
വേദനിക്കുന്നു. ഏ? കൈ വേദനിക്കുന്നു. ഞാൻ നിന്റെ ഫോൺ കോൾ എടുക്കാത്തോണ്ട് നിനക്ക് ഹേർട്ടായെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഒന്ന് സംസാരിക്ക് പ്ലീസ്. निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा. എനിക്ക് വേഗം കല്യാണമാകാൻ വേണ്ടി അമ്മ നിന്നെ വന്ന് ദർശിക്കാൻ പറഞ്ഞു. പക്ഷെ എന്റെ മനസ്സിലുള്ളത് നിനക്കറിയാമല്ലോ. അമ്മയുടെ ആഗ്രഹം നടക്കട്ടെ, എന്റെ ആഗ്രഹവും നടക്കട്ടെ. വേഗം കല്യാണം നടന്നാലും എന്റെ കഴുത്തിലെ താലി കെട്ടുന്നത് ആര്യ സാർ ആയിരിക്കണം. അയ്യോ എന്റെ കാല്. അയ്യോ അമ്മേ. നീ എന്തീ കാണിക്കുന്നേ? എന്താ ഇതെന്ന് വെച്ചാ എന്താ ഇതിന്റെ അർത്ഥം? ഞാൻ തന്നെ ഇവിടെ വന്ന് ഇവിടെ ഇരുന്നിട്ട് ആ പാത്രം എടുത്തിട്ട് കാലിട്ടുന്നല്ലേ അതിന്റെ അർത്ഥം? അങ്ങനെ ചെയ്യാൻ ഞാൻ എന്താ വട്ടാണോ മെന്റലാണോ? എന്താ പറ്റിയെന്ന് പറയാനാ പറഞ്ഞേ. ഇപ്പൊ നോക്ക് നീ എങ്ങനെ ഷൗട്ട് ചെയ്യുന്നേന്ന്. ഞാനിപ്പോ എന്താ ഷൗട്ട് ചെയ്തേ? ചുമ്മാ കഥ പറയണ്ട. നീ കാരണം എല്ലാം സംഭവിച്ചേ. നീ ഒന്ന് നോക്കി നടന്നിരുന്നെങ്കിൽ ഒന്നും ആവില്ലായിരുന്നു. ചുമ്മാ എന്നെ ബ്ലെയിം ചെയ്യാൻ നിൽക്കണ്ട. ആഹാ അത് കൊള്ളാലോ. ഞാനിവിടെ നിക്കാൻ പറഞ്ഞപ്പോ നീ ഇവിടെ നിന്നിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. വല്ലാതെ വേദനിച്ചോ? ഞാൻ നോക്കട്ടെ. തുടരുത്. കെയർ ചെയ്യാൻ വന്നേക്കുന്നല്ലോ വന്നിരിക്കുന്നു. ശരി ശരി, നീ പെണങ്ങണ്ട. ജസ്റ്റ് ഒന്ന് വാക്ക് ചെയ്ത് നോക്കിയേ, എല്ലാം ശരിയാവും. അതെങ്ങനെ നീ പറയുന്നേ? നീ എന്തോ ഡോക്ടറാണോ? എനിക്ക് എത്ര വേദനിച്ചെന്ന് അറിയാമോ? ഇത് വീണ ഒരു കുട്ടിക്ക് പോലും വേനിക്കില്ല. പക്ഷെ എനിക്ക് വേദനിച്ചു. കാലിൽ ചെറിയ സൂക്ഷ്മമായിട്ടുള്ള ഞരമ്പുകളുണ്ട്, അതിലേക്കായിരിക്കും വീണത്. എന്ന് വെച്ചാ നീ പറയുന്നത് കേട്ടാ ഞാൻ പറയുന്നത് കള്ളമാണെന്ന് തോന്നുമല്ലോ. അതിന്റെ കാലിലെടുത്തിട്ടിട്ട് ഞാൻ നാടകം കളിക്കുന്ന പോലെയാണല്ലോ പറയുന്നേ. ഞാൻ എന്തിനു കള്ളം പറയണം? എനിക്ക് എന്താ അതിന്റെ ആവശ്യം? ഗുരുവായൂരപ്പാ, ഒന്ന് നിർത്തുവോ? സമ്മതിച്ചു, നിന്റെ കാല് മുറിഞ്ഞു പോയി. എന്തിനാ കള്ളം പറയുന്നേ? എന്റെ കാലിലും വലുതായിട്ടൊന്നും പറ്റിയില്ല, ചെറുതായിട്ടേ പറ്റിയിട്ടുള്ളൂ. ശരി, ഒന്നും ആവില്ല. നീ രണ്ടടി മെല്ലെ ഒന്ന് മുന്നോട്ട് വെച്ചേ, ഓക്കെ ആവും. അമ്മേ, ഓ അയ്യോ അമ്മേ. നന്നായി വേദനിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും ട്രൈ ചെയ്ത് നോക്ക്. എന്താ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ? വരം ചോദിക്കുകയായിരുന്നു. അത് കിട്ടി സർ. ഇത്രയും പെട്ടെന്നോ? ആ, വളരെ പവർഫുൾ ആണ്. വേണമെങ്കിൽ നിങ്ങളെ ട്രൈ ചെയ്തോളൂ. ദൈവങ്ങളില് പവർഫുൾ ദൈവം
വീക്ക് ദൈവം എന്നൊക്കെ ഉണ്ടോ? കളിയാക്കണ്ട സർ. ഞാൻ എന്ത് കാര്യം പ്രാർത്ഥിച്ചോണ്ടിരുന്നേന്ന് അറിയോ? എല്ലാത്തിലും ഒരു തമാശ. ഗണേശ, ക്ഷമിച്ചേക്ക്, തെറ്റുപറ്റിപ്പോയി. ഇവരുടെ വാക്ക് നീ കേക്കണ്ട. ഞാൻ എന്താ പ്രാർത്ഥിച്ചത് അത് സംഭവിക്കുന്നത് പോലെ നടത്തിയതാ. ഹേ അനു, നീ ഇത്രയും സീരിയസ് ആയിട്ട് എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ശരി, ഇന്നു മുതൽ ഞാൻ തമാശ പറയുന്നേ ഇല്ല. ദൈവത്തിന്റെ കാര്യത്തില് ദൈവത്തിന്റെ കാര്യത്തില് എടുത്തോളൂ. അല്ല, എന്താ അങ്ങനെ നോക്കുന്നത്? മധുരം പകരും ഒരു പിടി നിമിഷവുമായി ഇതുവഴി പോരുവതാരോ തിരിതിരിയുടെ കതിരൊളിയോ മനസ്സിലോടെ ഒരു നിമിഷം കണ്ണടച്ചേ. കണ്ണടയ്ക്ക്. അങ്ങനെ ഐ ലവ് യു എന്ന് കൂടി പറഞ്ഞേക്കു സർ. പെർഫെക്റ്റ്. മൺചിരാതിന്റെ ചുണ്ടിലേറുന്നതാരെ കണ്ടാവോ? അയ്യോ, ഇറ്റ്സ് ഓക്കെ, ട്രൈ ചെയ്യേ. ബുദ്ധിയില്ലാത്തൊരു കഴുത. ബോധം കെട്ടുമല്ലാതെയും വീഴുന്നത് നീ ഒരു ശീലമൊക്കെ ഇരിക്കേ. ശരിക്കൊന്നും നടക്കാനും അറിയില്ല. നിന്റെ കാലിന് എന്താ പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. ഇരിക്കവിടെ. അയ്യോ, എനിക്ക് ഇരിക്കാനും പറ്റുന്നില്ല, നടക്കാനും പറ്റുന്നില്ല, നിൽക്കാനേ പറ്റുന്നുള്ളൂ. ശരി ശരി, ഞാൻ ഇവിടെ ഉണ്ടല്ലോ, ഞാൻ നോക്കിക്കോളാം. നീ നടക്ക്. ഇപ്പൊ ഈ ചാൻസ് മിസ് ചെയ്ത ലൈഫിൽ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല. അഭിനയിക്കാൻ വേണ്ടി എന്നെ ആരും പഠിപ്പിക്കണ്ടല്ലോ. ഞാൻ പണ്ടേ അങ്ങനെയാ. പിന്നെ ഇപ്പോഴത്തെ കാര്യം പറയണോ? നിന്നെ കാണിച്ചു തരാം. ഒന്നും പറ്റില്ല, ഒന്ന് പതിയെ നടന്നാ മതി. അയ്യോ, പറ്റിയത് എന്റെ കാലിനാ. പതുക്കെ വരാൻ പറഞ്ഞ എനിക്ക് നടക്കാൻ പറ്റിയിട്ട് വേണ്ടേ? അയ്യോ അമ്മേ, എന്റെ ദൈവമേ, എനിക്ക് നടക്കാനേ പറ്റുന്നില്ല. ഇനി ഒരടി കൂടി വെച്ചാ എന്റെ ജീവൻ വരെ ചിലപ്പോ പോവും. എടി, വെജ് ബിരിയാണിക്ക് ഓർഡർ കൊടുത്തിട്ട് ഇഡ്ഡലി കഴിച്ച കാര്യമുണ്ടോ? വെജ് ബിരിയാണി തന്നെ കിട്ടണം. ഇപ്പൊ ഇവിടെ വെച്ച് ചത്തുപോയാലും കുഴപ്പമില്ല എന്നുള്ള സന്തോഷമുണ്ട് എനിക്ക്. ലവ് യുടെ കള്ളച്ചെറുക്ക. നമുക്ക് പോവാം. നന്നായിട്ടുണ്ട് കാണാൻ.
വേണ്ടിയിട്ടാണോ സർ വന്നത്? ആ, എന്താ ഞാൻ വന്നത് കാരണം നിന്റെ പ്രാർത്ഥനയിൽ എന്തെങ്കിലും തടസ്സമുണ്ടായോ? ഉഹും. അനു, പറയൂ സർ. അറേഞ്ച്മെന്റ്സ് എല്ലാം നന്നായിട്ടുണ്ടല്ലേ? അനു എന്നെ വിളിച്ചിട്ട് അറേഞ്ച്മെന്റ്സിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഞാൻ വേറെന്തോ ആണ് വിചാരിച്ചത്. എന്താ? അതൊന്നുമല്ല, വിട്. ആക്ച്വലി അതെ, ഞാൻ നിന്നോട് വേറൊരു കാര്യം പറയാനാ വിചാരിച്ചേ. പക്ഷേ നമുക്ക് ഉത്തരം അറിയാവുന്ന നമ്മുടെ ടീച്ചർ മാത്രം അറിഞ്ഞാ പോരാ. അതിന് നമ്മള് ശരിക്കും പ്രൂവ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് മാർക്ക് കിട്ടുന്നതും നമ്മള് പാസ്സാവുന്നതും. സർ, കോളേജിൽ പഠിക്കുന്നത് ഞാനാണോ നിങ്ങളാണോ? എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ. എന്തൊക്കെയൊന്നും അല്ലാനു, ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് നിനക്ക് മനസ്സിലാവുന്നില്ല. ഉഹും. ആ, ഒരു മിനിറ്റ്. എന്താ അന്വേഷിക്കുന്നത്? എന്റെ ID കാർഡ്. എന്ത് ID കാർഡോ? സർ, ഞാൻ എന്താ വോട്ടിംഗ് ബൂത്ത് ആണോ? വീണ്ടും തമാശ. ഐ എം സീരിയസ് അനു. എന്റെ ID കാർഡില് എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാ, ഒരു നിമിഷം നിക്ക്. ഇപ്പൊ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആരാ ചോദിച്ചത്? അതങ്ങനെയല്ല അനു. ഏതൊരു കാര്യവും മുന്നോട്ട് പോകുന്നതിന് മുൻപ് എന്റെ വയസ്സ്, എന്റെ പഴയ ജീവിതം എല്ലാം നീ അറിഞ്ഞിരിക്കേണ്ടതല്ലേ? ഐ മീൻ, അതറിഞ്ഞേ പറ്റൂ. അതൊന്നും അറിയണ്ട. നിങ്ങളുടെ വയസ്സിന്റെ ചിന്തയില് എന്റെ മനസ്സിന്റെ കാര്യം നിങ്ങൾക്ക് ചിന്തയിൽ വരില്ല അല്ലെ? എല്ലാത്തിനും വയസ്സിനെ ഒരു കാരണമാക്കി വേലിയിട്ട് കെട്ടിയേക്കും. അതൊരിക്കലും നേരെയാക്കാൻ പറ്റില്ല സർ. ഒന്ന് മനസ്സിലാക്ക. നിങ്ങൾ എന്നാണോ ആ വേലിയെ പറിച്ചു മാറ്റുന്നത്, അന്ന് മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം പറയാൻ പറ്റുക. സർ, പറയണമെന്ന് തോന്നി പറഞ്ഞു. വിഷമായോ? അമൂല്യ, 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 അമൂല്യ. രക്തം കണ്ട ചിലര് മയങ്ങി വീഴുന്നു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും ചെറുതായിട്ട് ഒരു ഇടി കിട്ടിക്കഴിഞ്ഞാൽ പോലും ബോധം പോകുന്ന ആൾക്കാരെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. വർത്താനം കേട്ട വലിയ റൗഡി ബേബിയാ. നീ വെറും ജോക്കർ ബേബിയാ. നമ്മൾ ശരിക്കും ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സാ. നിന്റെ ടേസ്റ്റും എന്റെ ടേസ്റ്റും ഡിഫറെന്റാ. എന്നിട്ടും എനിക്കെന്താ നിന്നെ എത്ര ഇഷ്ടമോ?
ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അറിയാതെ തന്നെ നീ എന്റെ ദേഹത്തിന്റെ ഒരു പാതി പോലെ തോന്നുക. അയ്യോ അമ്മ എനിക്ക് നൂല് തന്നയച്ചിരിക്കോ കെട്ടാൻ വേണ്ടി. അത് കെട്ടിയ വേഗം